നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖാമണൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. തുടർന്നും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതിൽ വളരെ സന്തോഷം കേട്ടോ. ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട്. ഇന്ന് കിട്ടിയ റിസൾട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അലോവേറ ജ്യൂസ് ഉണ്ടല്ലോ, അതും ആംല ജ്യൂസും കൂടി മിക്സ് ചെയ്ത് കുടിക്കുന്ന കാര്യം കേട്ടോ പറഞ്ഞത്. രണ്ടും കൂടി നമുക്കൊരു 15 ml വീതം എടുക്കാം. എടുത്തിട്ട് രാവിലെയും അതുപോലെ രാത്രി കിടക്കാൻ നേരം കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും, മുടി ധാരാളം വളരും കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല റിസൾട്ടാണ്. മുടി നേരത്തെ നോക്കുമ്പോൾ ഒട്ടും ഉള്ളുണ്ടായിരുന്നില്ല, ഇപ്പോൾ നല്ലോണം മുടി ഉള്ളു വരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഉപയോഗിച്ച ആൾ പറഞ്ഞ റിസൾട്ടാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അലോവേറ ജ്യൂസും ആംല ജ്യൂസും ഇത് 2 നേരം കഴിക്കും. 15 ml വീതം രണ്ടും കൂടി എടുക്കാം. 15 ml വീതം അലോവേറ ജ്യൂസും 15 ml വീതം ആംല ജ്യൂസും എടുത്തിട്ട് മിക്സ് ചെയ്ത് രാവിലെ തന്നെ കഴിക്കാം. ഒരു മണിക്ക് കഴിക്കാം. രാത്രി ഇതുപോലെ അധികം സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ, 2 നേരം. അപ്പോൾ അത് കഴിച്ചോടുകൂടി മുടി കൊഴിച്ചിലൊക്കെ മാറി ഭയങ്കര എനർജി പവർ കിട്ടുന്ന പോലെയാന്ന് പറയണത്. എനർജറ്റിക് ആവും, ക്ഷീണമൊക്കെ മാറും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതും വളരെ സന്തോഷമുണ്ട് കേട്ടോ. അത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തരുടെ വക റിസൾട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ജ്യൂസിൻ്റെ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പലതരം ജ്യൂസ് മാറി മാറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ആംല ജ്യൂസും പിന്നെ കൂടാതെ നമ്മുടെ കറ്റാർവാഴ ജ്യൂസും അലോവേറ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കൂ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന റിസൾട്ടാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. പുള്ളിക്ക് മുടി ഊരിപ്പോണമെന്നായിരുന്നു പരാതി. മുടിയില്ല, കഷണ്ടിയാവും, മുടിയെല്ലാം പോകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുടി പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ നമ്മളുടെ വീഡിയോ ഇത് കണ്ട് പരീക്ഷിച്ചത് കേട്ടോ. അപ്പോൾ വളരെയധികം സന്തോഷമായി. ഇപ്പോൾ ധാരാളം മുടി വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ സന്തോഷം. വലിയ നിരാശയായിരുന്നു. മുടി പോകുമ്പോൾ മുഴുവന് കഷണ്ടി ആവോ എന്നൊക്കെ, തലമുടി എല്ലാം പോയിട്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നതല്ല കേട്ടോ, പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെയും കാലാവസ്ഥയുടെ പ്രശ്നമൊക്കെ കൊണ്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുടി കൊഴിച്ചിലൊന്നുമില്ല, ധാരാളം മുടി വളരുന്നതായിട്ട് പറയുന്നു. അപ്പോൾ പുള്ളിയുടെ പേർക്ക് വളരെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കൂടി ഒന്ന് ഉപയോഗിക്കണം കേട്ടോ. ഉപയോഗിക്കാത്തവരൊക്കെ ഉപയോഗിക്കുക. ഏറ്റവും നല്ല റിസൾട്ടാണ് അലോവേറ എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലിനും മുടി വളരാനൊക്കെ കേട്ടോ. മുടി കൊഴിച്ചിലില്ലാതിരിക്കാനൊക്കെ ബെസ്റ്റാണ്, അതുപോലെ മുടി വളരാനും. അപ്പം ഇതൊന്ന് നോക്കണം കേട്ടോ, എല്ലാവരും പരീക്ഷിച്ച് പറഞ്ഞേ. ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മുടി എല്ലാം പോയി ഒട്ടും ഉള്ളില്ലാത്ത പോലെ തോന്നും നമുക്ക്. അയ്യോ മുടി കംപ്ലീറ്റ് പോയല്ലോ, ഒട്ടും ഉള്ളില്ലാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ അത് ആ മുടിയുടെ ഒരു ഷെഡിങ് പീരീഡാണ്. അതായത് മുടി ഊരിപ്പോകുന്ന സൈക്ലിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 3 സ്റ്റേജസ് ആണ്. അപ്പോൾ കാണാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് സൈക്ലിംഗ് ആണ് ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. 3 സ്റ്റേജസ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേജസിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഊരിപ്പോക്കിൻ്റെ ആ സ്റ്റേജ് നമ്മൾ പറഞ്ഞ 3ാമത്തെ സ്റ്റേജിൻ്റെ സമയത്തായിരിക്കും മുടി എല്ലാം ഊരിപ്പോയണ പോലെ തോന്നും. നമുക്ക് മുടിക്ക് ഒന്നും കട്ടിയില്ലാത്ത പോലെ തോന്നും, തിക്നെസ് ഇല്ലാത്ത പോലെ തോന്നും. അയ്യോ മുടി അറ്റം തിന്നായിട്ട് വന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്കും നല്ല തിക്നെസ് വരും കേട്ടോ. ഇതുപോലെയുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും മുടിക്ക് നല്ല തിക്നെസ് വരും. പിന്നെ കൂടാതെ ഞാൻ ഇന്നലെ പറഞ്ഞ പാക്ക് ഉണ്ടല്ലോ, ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. 5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നെല്ലിക്കപ്പൊടി, പിന്നെ മൈലാഞ്ചിപ്പൊടി, ഇരട്ടി മധുരം, പിന്നെ കൂടാതെ എള്ള്,
പിന്നെ താമരകേസരം. ഇത്രയും കൂട്ടങ്ങൾ, ഈ 5 കൂട്ടങ്ങൾ വെച്ചിട്ട് ഉള്ളത് മാക്സിമം നിങ്ങൾക്ക് തേക്കാൻ പറ്റുന്നത് അരച്ച് പേസ്റ്റാക്കി തേക്കണം കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാത്തിനും പൗഡർ കിട്ടും. പിന്നെ കിട്ടാത്തത് നമ്മളിപ്പോൾ എള്ളും നമുക്ക് അതുപോലെ താമരകേസരം അത് രണ്ടും നമുക്ക് വെള്ളം കുതിർത്തിയിട്ടിട്ട് നമുക്ക് അരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ല തിക്നെസ് തോന്നും കേട്ടോ. മുടിയുടെ തിക്നെസ്സൊക്കെ കുറഞ്ഞിരിക്കുന്നവർ അത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ, നല്ല തിക്നെസ് വരും. ഇപ്പോൾ ആർക്കായാലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടി ഒട്ടും ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. ഈ പറഞ്ഞ എനിക്കാണെങ്കിലും അങ്ങനെ തോന്നാറുണ്ട്. ചില സമയത്ത് മുടി പോണ പോലെ തോന്നും, മുടിക്ക് ഒട്ടും ഉള്ളില്ലാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഈ നമ്മളുടെ ഈ പറഞ്ഞ 5 ഇൻഗ്രീഡിയൻസ് ഉള്ള ഈ പാക്ക് തേക്കുമ്പോഴത്തേക്കും മുടി നല്ല തിക്നെസ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞവർ മുടി വളരുന്നുണ്ട്, നിങ്ങൾക്ക് പോയാലും മുടി വളരുന്നുണ്ട്. അതിന് ഞാൻ പണ്ട് പറഞ്ഞ പോലെ മുടി ഇങ്ങനെ നോക്കാം. ബേബി ഹെയർ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ, ഈ മുടിക്ക് ഇത്ര ലെങ്ത്തേ ഉള്ളൂ കണ്ടോ. ഇതൊക്കെ പോയ മുടി തിരിച്ചു വന്നതാണ് കണ്ടോ, തിരിച്ചു വന്നതാണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാൻ പറ്റും ഇതുപോലെ മുടി കൊച്ചു കൊച്ചു മുടികൾ വന്നിട്ടുണ്ടോ എന്ന് കണ്ടോ. കൊച്ചു കൊച്ചു മുടികൾ പോയ മുടി, ഇതെല്ലാം പോയതാട്ടോ, പോയിട്ട് തിരിച്ചു വരുന്ന മുടിയാണ്. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ പരീക്ഷിച്ചാൽ മതി. മുടി വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ വന്ന് നിങ്ങൾക്ക് ലെങ്ത്ത് കുറവായിട്ടുള്ള മുടികൾ കാണാം, ബേബി ഹെയർ ആയിട്ട് കാണാം കണ്ടോ. അപ്പോൾ കുഞ്ഞു ഹെയർ കണ്ടോ, ഒരുപാട് പോകുന്നുണ്ട് മുടി, പക്ഷെ അതനുസരിച്ച് വളരുന്നുണ്ട് കേട്ടോ. മുടി പൊക്കോട്ടെ, ദുഃഖിക്കണ്ട. പഴയ മുടിയെല്ലാം പോകും, ഹെൽത്തി അല്ലാത്ത മുടിയൊക്കെ പോട്ടെ, പിന്നെ നമുക്ക് ഹെൽത്ത് ആയിട്ടുള്ള മുടി വരാം. പഴയ മുടി ഒട്ടും എനർജി ഇല്ലാത്ത, ആരോഗ്യമില്ലാത്ത മുടികളൊക്കെ, ഹെൽത്ത് അല്ലാത്ത മുടിയെല്ലാം പൊക്കോട്ടെ. അപ്പോൾ നമുക്ക് പുതിയ മുടി വരുമല്ലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട നമുക്കറിയാലോ, മുടി ഹെൽത്തി ആക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സന്തോഷം അല്ലേ. ആ പോയത് പോട്ടെ, വയസ്സായ മുടിയെല്ലാം പൊക്കോട്ടെ, പക്ഷെ നമുക്ക് പുതിയ പുതിയ മുടി ഇനിയും വളരുമല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് വേണ്ടത് കേട്ടോ. അല്ലാതെ അയ്യോ മുടി പോയി എന്നുള്ള ഒരു ദുഃഖവും വേണ്ട. ആ പോയ മുടി പോട്ടെ, പ്രായം ചെന്ന മുടിയൊക്കെ ആയിരിക്കും, അത് പൊക്കോട്ടെ. നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ലെങ്തി ആയിട്ടുള്ള മുടികൾ വരെ പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരു അർത്ഥത്തിൽ നിങ്ങൾ സന്തോഷിക്കുക, കാരണം പോട്ടെ, അത് ആരോഗ്യമില്ലാത്ത മുടിയല്ലേ, പക്ഷെ നമുക്കിനി വീണ്ടും ആരോഗ്യമുള്ള മുടിയെ വളർത്താലോ എന്ന് അങ്ങനെ ചിന്തിക്കണം കേട്ടോ. പോസിറ്റീവായിട്ട് വേണം ചിന്തിക്കാനായിട്ട്, ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിച്ച് ദുഃഖിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മുടി പോകണോ പൊക്കോട്ടെ, 100 മുടിയുള്ള ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് പോകുമ്പോൾ നിങ്ങൾ ദുഃഖിക്കണ്ട, ഇതുപോലെ സന്തോഷിക്കുക. കാരണം അത് ആരോഗ്യമില്ലാത്ത മുടിയല്ലേ, എനിക്ക് നല്ല ആരോഗ്യമുള്ള മുടി കിട്ടുമല്ലോ. കാരണം ഇപ്പോൾ ദൈവം സഹായിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പൈസ അധികം ചിലവാകാത്ത രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തരുന്നത്. നമുക്ക് നമ്മളുടെ വീടിന് ചുറ്റും, നമ്മളുടെ പറമ്പിലും അതുപോലെ മുറ്റത്തൊക്കെ കാണുന്ന ആയുർവേദ ചെടികൾ ഉപയോഗിച്ചിട്ട് അധികം പൈസ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമല്ലോ. ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മുടി വളർത്താമല്ലോ. അപ്പം മുരിങ്ങയിലയുടെ ജ്യൂസും നല്ലതാണ്. മുരിങ്ങയില ജ്യൂസും ഞാൻ നെല്ലിക്കപ്പൊടി ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുരിങ്ങയില ജ്യൂസ് എടുത്തിട്ട് അതിൽ നെല്ലിക്കപ്പൊടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ചുള്ളൂ, നല്ല റിസൾട്ടാട്ടോ, നല്ല ബെസ്റ്റാണ്. അപ്പം നിങ്ങളിങ്ങനെ മാറി മാറി ഉപയോഗിക്കുമ്പോഴത്തേക്കും അറിയാതെ തന്നെ നിങ്ങളോട് വേറെ ആൾക്കാരായിരിക്കും പറയുന്നത് മുടി നല്ല മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കില്ലേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓയിലൊന്നും തേക്കണ്ട. ചില ഓയിലുകൾ നമ്മൾ പാക്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അത് കൂടാതെ ഓയിൽ, ഇപ്പോൾ ഒലിവ് ഓയിൽ, പിന്നെ ആവണക്കെണ്ണ ഓയിൽ, ഇതെല്ലാം നമ്മൾ കസ്റ്റർ ഓയിൽ അല്ലോ, ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് തേക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് മതി, തൊട്ടുപെടുത്താം കേട്ടോ. പിന്നെ അതുപോലെ ബെസ്റ്റ് ആണല്ലോ കറ്റാർ വാഴ, ഇതെല്ലാം ബെസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള പിന്നെ എന്നോട് 1 മന്ത് ഹെയർ കെയറിൻ്റെ ഇടാമോ ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഇടാം, എല്ലാവരും ഒന്ന് സമ്മതമായിക്കോട്ടെ കേട്ടോ. കുറച്ചുകൂടി ആൾക്കാർ സമ്മതമായിട്ട് വന്നോട്ടെ, ഞാൻ ഹെയർ കെയർ 1 മന്ത് പറഞ്ഞുതരാം കേട്ടോ. സന്തോഷമേ ഉള്ളൂ, എന്ത് വേണമെങ്കിലും എനിക്ക് പറഞ്ഞുതരാൻ സന്തോഷമേ ഉള്ളൂ കേട്ടോ. മുടി ശ്രദ്ധിക്കാം, നമ്മളുടേതായിട്ടുള്ള മിസ്റ്റേക്ക് കാരണം മുടി ഒരിക്കലും ഊരിപ്പോകരുത്, മുടി പൊട്ടിക്കരുത്. കോംബ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വെച്ചിട്ട് ഇങ്ങനെ ജട കളഞ്ഞു പോകരുത്. മുടി എപ്പോഴും നമ്മൾ വിരൽ കൊണ്ട് വിടുത്തിയിട്ട് വേണം കോംബ് ഉപയോഗിക്കാൻ കേട്ടോ. കോമ്പിങ് മസാജ് അതും ഇട്ടിട്ടുണ്ടായിരുന്നു, മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് കോമ്പിങ് മസാജ്, അതിൻ്റെ റിസൾട്ട് പറഞ്ഞു കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട് എന്ന് അതും പറഞ്ഞു കേട്ടോ, ഇങ്ങനെ കോമ്പിങ് ചെയ്തിട്ട്.
കേട്ടോ. നിങ്ങൾക്ക് പറ്റാവുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ രാത്രിയും മുടി വെടുത്തുന്ന സമയത്തും ഹെയർ കോമ്പിങ് ചെയ്താൽ മസാജാണത് നല്ല റിസൾട്ട് വരും കേട്ടോ. പിന്നെ അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് മുടി ഇതുപോലെ ഈരിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹെയർ മസാജ് അതും ചെയ്യാം, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പോകുന്ന മുടിക്ക് പകരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മുടി എങ്ങനെ ഉണ്ടാക്കാവുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മളെ ഹെയർ ഡൈ ഉണ്ടല്ലോ, ആ പാക്കും അതും ഇട്ടിട്ടുണ്ടായിരുന്നു. ഹെയർ ഡൈ ഗ്രേയുടെ കളർ ചോദിക്കുക എന്നോട് പറഞ്ഞിരുന്നു, ഗ്രേ കളർ ആവുന്നുണ്ട് മുടി, അപ്പോൾ അതിൻ്റെ കൂടി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഇതിനുള്ള വീഡിയോ, ഹെയർ ഡൈയുടെ വീഡിയോ, 2 തരത്തിലുള്ള വീഡിയോ, ഹെയർ ഡൈ, നാച്ചുറൽ ഹെയർ ഡൈ 2 തരത്തിലുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് ജ്യൂസ് ഇതുപോലെ നെല്ലിക്ക കുത്തിയിട്ടുള്ളത് തലയിൽ തേക്കാം, മുടിക്ക് നല്ല ബ്ലാക്ക് കിട്ടും. അങ്ങനെ ഓരോന്നും നമുക്ക് സമയമുള്ള പോലെ നമ്മൾ ഉപയോഗിച്ചോളൂ. അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെയൊക്കെ, ചെമ്പരത്തിപ്പൂവ്, കറ്റാർവാഴ, ഇതൊന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വീടുകളിൽ ഒന്ന് ഒരു കൊമ്പായിട്ട് നട്ടുപിടിപ്പിച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറെ എങ്ങും പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിൽ ചെടിച്ചട്ടിയിൽ നട്ടാലും മതി കേട്ടോ. ചെമ്പരത്തിയുടെ കൊമ്പ് ചെടിച്ചട്ടിയിൽ നട്ട് ബാൽക്കണിയിലോ എവിടെയെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അത് നോക്കാം. അതുപോലെ ചെമ്പരത്തിയുടെ പൊടികൾ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ചെമ്പരത്തി ഇലയുടെ പൊടിയൊക്കെ കിട്ടും, അപ്പോൾ അതൊക്കെ നോക്കാം. പിന്നെ താളിക്ക് പകരം പറഞ്ഞല്ലോ നെല്ലിക്ക ഉപയോഗിക്കാം. അങ്ങനെ ഓരോന്നും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വരും. പിന്നെ ജ്യൂസുകൾ ഉപയോഗിക്കാം. കുമ്പളങ്ങി ജ്യൂസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മത്തങ്ങയുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം വീണ്ടും പറയുന്നത് എന്താണെന്നറിയോ, നമ്മളുടെ ഫാമിലിയിലേക്ക് കുറച്ചുകൂടി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പഴയ ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപയോഗിക്കണം, തീർച്ചയായിട്ടും ഉപയോഗിച്ച് നല്ല നല്ല റിസൾട്ടുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈശ്വരനെ മുൻനിർത്തി വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കാം. വേനൽക്കാലം പിന്നെ വർഷക്കാലം ഇതിനൊക്കെ ഉള്ള മുടി കെയറിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുളിക്കാൻ നേരത്ത് ചൂടുവെള്ളത്തിലും പച്ചവെള്ളം മിക്സ് ചെയ്ത് കുളിക്കരുത്, നീരുവീഴ്ച മാറില്ല കേട്ടോ, മേലുവേദനയൊക്കെ ഉണ്ടാവും. ചെറു ചൂടോടുകൂടിയുള്ള വെള്ളത്തിൽ വേണം നമ്മൾ കുളിക്കാനായിട്ട്. മുടിയിൽ ചൂടുവെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പം അത് ചിലവരിങ്ങനെ കുഞ്ഞു പാത്രത്തിൽ ഒരുപാട് തിളപ്പിച്ചിട്ട് പച്ചവെള്ളമായിട്ട് മിക്സ് ചെയ്ത് കുളിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മേലുവേദന മാറിയില്ല കേട്ടോ, നല്ല മേലുവേദനയായിരിക്കും. അപ്പോൾ അങ്ങനെ കുളിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാം. ചെറു ചൂടോടുകൂടി കുറച്ച് ചെറിയ പാത്രത്തിൽ തൊട്ട് നോക്കാവുന്ന അത്രയും നമ്മൾ തൊടുമ്പോൾ ഉള്ള ആ ചൂടുണ്ടല്ലോ, അത് ആയി നമ്മൾ ബക്കറ്റിലേക്ക് എടുക്കാം കേട്ടോ. ഹീറ്ററിൽ കുളിക്കുന്നവരാണെങ്കിൽ ആദ്യത്തെ ആ പച്ചവെള്ളം കളയാം കേട്ടോ, എന്നിട്ട് വരുന്ന ചൂടുവെള്ളം കളയാം. ഒരിക്കലും നമ്മൾ വേറെ പച്ചവെള്ളമായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. നീർവീഴ്ച കൂടും, നമുക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയൊക്കെ ചെയ്യാം കാര്യങ്ങളൊക്കെ, ചെമ്പരത്തി വെള്ളം കിട്ടാവുന്നവർ തിളപ്പിച്ച് കുടിക്കുക കേട്ടോ. ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഒരാൾ പോലും മുടി പോകണമെന്നുള്ള ദുഃഖം വേണ്ട. എനിക്ക് 100% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഈ സംഭവങ്ങളൊക്കെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതും റിസൾട്ട് കിട്ടും കേട്ടോ, എല്ലാവർക്കും കിട്ടും, ഒരിക്കലും വിഷമിക്കണ്ട. അപ്പോൾ പറഞ്ഞ പോലെ എന്നും പറയുന്ന പോലെ പുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് സോപ്പും ഷാമ്പുവും ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ചെളി ഒക്കെ കളയാം, മുടി എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നതിനൊക്കെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കട്ടോ. അപ്പം ഇതുപോലെ ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ ചിലവർ ഡയറ്റ് നോക്കുമ്പോൾ, അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, പക്ഷേ ചിലപ്പോൾ ചിലർ മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ അറിയുന്നുണ്ടാവില്ല. നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ പ്രോട്ടീൻ്റെ അതിൻ്റെ കുറവുണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക, അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുക, വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റുമല്ലോ, ഒരിക്കലും വിഷമിക്കേണ്ട. നമുക്ക് ഈ പാക്ക് അധികം പൈസയൊന്നും ഇല്ലാതെ ഈ പാക്ക് എല്ലാവരും ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ കാണാം കേട്ടോ.
എല്ലാവർക്കും നല്ലതായിരുന്നു.